പുതുവഴിയൊരുക്കും. വാതിലടഞ്ഞാൽ പുതുവാതിൽ തുറക്കും. വഴിയില്ലെങ്കിൽ പുതുവഴിയൊരുക്കും. വാതിലടഞ്ഞാൽ പുതുവാതിൽ തുറക്കും. മഹത്വത്തിനേശു കൂടെയുള്ളതാൽ ആശങ്ക എനിക്കു ഏതുമില്ല. മഹത്വത്തിനേശു കൂടെയുള്ളതാൽ ആശങ്ക എനിക്കു ഏതുമില്ല. യേശു രാജാവ്, വീരനാം ദൈവം, നിത്യപിതാവ്, അത്ഭുത മന്ത്രി. യേശു രാജാവ്, വീരനാം ദൈവം, നിത്യപിതാവ്, അത്ഭുത മന്ത്രി. കാണേണ്ടവർ കാണാതെ മാറി നടക്കും. കരുതേണ്ടവർ കരുതാതെ മാറി നിൽക്കും. കാണേണ്ടവർ കാണാതെ മാറി നടക്കും. കരുതേണ്ടവർ കരുതാതെ മാറി നിൽക്കും. കരുതുവാനികത്തിലെന്നേശുവുണ്ട്. മറന്നിടാതവൻ എന്നെ കരുതിടുമേ. കരുതുവാനികത്തിലെന്നേശുവുണ്ട്. മറന്നിടാതവൻ എന്നെ കരുതിടുമേ. യേശു രാജാവ്, വീരനാം ദൈവം, നിത്യപിതാവ്, അത്ഭുത മന്ത്രി. യേശു രാജാവ്, വീരനാം ദൈവം, നിത്യപിതാവ്, അത്ഭുത മന്ത്രി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ അനുദിന ചിന്താവിഷയം ഗോഡ് ഹു പ്രിപ്പയർസ് ദ വേ, വഴിയൊരുക്കുന്ന ദൈവം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3, 7 and 8 verses. And to the angel of the church in Philadelphia write, the words of the Holy One, the true one, who has the key of David, who opens and no one will shut, who shuts and no one opens. I know your works. Behold, I have set before you an open door, which no one is able to shut. I know that you have but little power, and yet you have kept my word and have not denied my name. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. ദൈവാത്മാവേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനമാണല്ലോ സത്യം. ഈ സത്യത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വഴിയൊരുക്കുന്ന ദൈവം. ലൂക്കയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. Gospel of Luke chapter 5 verse 19. But finding no way to bring him in because of the crowd, they went up on the roof and let him down with his bed through the tiles into the midst before Jesus. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സംഭവകഥയാണ് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത്. വിശ്വാസമുണ്ടെങ്കിൽ വഴിയും തുറക്കപ്പെടും. പുരുഷാരം ഹേതുവായി പക്ഷപാതക്കാരനെ ഇറക്കുവാൻ വഴി കാണാതെ അവനെ കൊണ്ടുവന്ന ജനം വിഷമിച്ചു. യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നാൽ പരിഹാരമുണ്ട് എന്നവർ പൂർണ്ണമായി വിശ്വസിച്ചു. അവർ അതിനുള്ള വഴി അന്വേഷിച്ചു. അവർ കണ്ടെത്തുകയും ചെയ്തു. അവർ പുരയിലുള്ള ഓട് നീക്കി പക്ഷപാതക്കാരനെ ഇറക്കുവാനുള്ള വഴി കണ്ടെത്തി. ദൈവത്തെ കാണാനുള്ള ആഗ്രഹവും ആരുടെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു, ആ ദൈവത്തെ കാണുവാനും അവിടുത്തെ മുൻപിലേക്ക് പ്രശ്നങ്ങളെ ഇറക്കി വയ്ക്കുവാനുള്ള വഴി നമ്മുടെ കർത്താവ് തുറന്നു തരും. വിശ്വാസം വേണം. യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ആരും കാണാത്ത വഴികൾ അവർക്കായി തുറക്കും.
കർത്താവ് യേശുവിന്റെ ജനനം മുതൽ ഈ നിമിഷം വരെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് അവനെ കണ്ടെത്താനുള്ള അവസരം കർത്താവായിട്ട് ഒരുക്കി കൊടുക്കും. ദൈവത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിലൊരു സംശയമില്ല. ചേർന്ന് എന്നോടൊപ്പം ഒരു ആമേൻ പറയാം. ആമേൻ. ഒരിക്കൽ കൂടി ആമേൻ. സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് എവിടെയാ കയറിയത്? മരത്തിൽ കയറി. അപ്പോൾ യേശു അവനെ കണ്ടു. കാണേണ്ടവനെ കാണേണ്ടതുപോലെ കാണാനുള്ള ആഗ്രഹം ഉള്ളിലുള്ളവൻ എവിടെ കയറിയിരുന്നാലും കാണേണ്ടവൻ കാണും. അവന്റെ മുമ്പിൽ ഒരു വഴി തുറന്നു. ദൈവം ഒരു വഴി തുറക്കുവാൻ തീരുമാനിച്ചാൽ അതാർക്കും അടക്കുവാൻ കഴിയുകയില്ല. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും അനുഭവമാണ് ഇത്. നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷ്യമാണ്. ദൈവം അടച്ചാലോ തുറക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എങ്ങനെ എഴുതി കാണുന്നത് കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കയ്യിലാണ് താക്കോല്. കീ കർത്താവിൻ്റെ കയ്യിലാണ്. അവൻ തുറന്നാൽ ആർക്കും അടക്കാൻ പറ്റില്ല. അവിടുന്ന് അടച്ചാൽ പിന്നെ ആരെല്ലാം പരിശ്രമിച്ചാലും ആ വാതിൽ തുറക്കത്തില്ല. ദൈവത്തിൻ്റെ വഴി തുറന്നു കിട്ടണമെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ മതി. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. അനുസരിച്ചാൽ അനുഗ്രഹം. വലതുവശത്ത് വലയിറക്കാൻ പറഞ്ഞു. അവർ വലതുവശത്ത് തന്നെ ഇറക്കി. അന്ന് വരെ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ അത്ഭുതം ആ ശിഷ്യന്മാർ കണ്ടു. ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്ന് പോയിട്ടില്ല. വിശ്വാസത്തോടെ കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ ഇന്നും അത്ഭുതത്തെ കാണാൻ കഴിയും. ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമമുണ്ടായപ്പോൾ ഇസ്ഹാക്ക് ഗരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബിമേലെക്കിന്റെ അടുക്കൽ പോയി. എന്നാൽ കർത്താവ് അവന് പ്രത്യക്ഷനായി മിസ്രൈമിലേക്ക് പോകരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക എന്നും പറഞ്ഞു. കർത്താവ് പറഞ്ഞ പ്രകാരം ഇസ്ഹാക്ക് പ്രവർത്തിച്ചു. ദൈവം കൽപ്പിച്ച വഴിയിൽ കൂടി നടന്നപ്പോൾ ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. പൂർവിക പിതാക്കന്മാരുമായിട്ട് ദൈവത്തിനുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമായി നമുക്ക് തെളിഞ്ഞു കാണുന്നത് ദൈവം പറഞ്ഞതിന് ഒരു ഇടവും വലവും തെറ്റിയില്ല. എബ്രാഹപ്പച്ചൻ ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ആ അപ്പന്റെ മകൻ ഇസ്ഹാക്ക് കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ഉൽപ്പത്തി 26:12. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. 100 യഹോവ അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? അനുസരിച്ചാൽ 100 കിട്ടിയിരിക്കും. ചേർന്ന് ഉച്ചത്തിൽ ഒരു ആമേൻ പറയാവോ? ആ വീട്ടിലുള്ളവരെല്ലാം ചേർന്ന് ഒരാമേൻ പറ. അത്ഭുതം നടന്നിരിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. അടഞ്ഞ വാതിൽ തുറന്നു തരും. ഒരു സംശയമില്ല. അനുസരിച്ചാൽ മാത്രം മതി. അനുസരിക്കേണ്ടത് മനുഷ്യന്റെ പാരമ്പര്യമില്ല, ദൈവത്തിന്റെ വചനം തന്നെയാണ്. മാത്രമല്ല, തന്റെ പിതാവായ ഇബ്രാഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. തന്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ശത്രുക്കൾ കാണുകയും യേശു ഒരുക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആര് നിന്ദിച്ചോ ആര് ദുഷിച്ചോ അവരുടെ മുൻപിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ആ വീട്ടിലിരുന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കരങ്ങൾ ഉയർത്തി നന്ദിയപ്പാ, നന്മകൾ തുറന്നതിനായി, വഴികളെ തുറന്നതിനായി സ്തോത്രപ്പാ. സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കരുത്. മോശ ദൈവം പറഞ്ഞ വഴി തന്നെ തിരഞ്ഞെടുത്തു. ദൈവം പറഞ്ഞ വഴി തിരഞ്ഞെടുത്താൽ മുന്നിൽ ചെങ്കടലും പിറകെ ശത്രു സൈന്യവും വന്നാലും ഒന്നും ഭയപ്പെടേണ്ടതില്ല. ആരും കാണാത്ത നമുക്ക് മറഞ്ഞിരിക്കുന്ന ഒരു വഴി ദൈവം തുറന്നു തരും. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുൻപിൽ അടഞ്ഞ വാതിലുകളെ അവിടുന്ന് തുറന്നു തരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്നാണല്ലോ ഞങ്ങളുടെ വഴിയും ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സത്യവും. അവിടുത്തെ കരങ്ങളിലാണല്ലോ താക്കോൽ. ദുഷ്ടനടച്ച സകല വഴികളും നീ ഞങ്ങൾക്കായി തുറന്നു തരുന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്ന ഓരോ തിരുവചനം ഏറ്റെടുത്തനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ കുടുംബത്തോടെ ഞങ്ങളെ മാനിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുന്ന്
ഞങ്ങളുടെ മേൽ ദൃഷ്ടിവെച്ച് പറഞ്ഞു തരുന്ന ആലോചനയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുവാൻ കൂട്ടായ്മയെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളിലൂടെ അനേകര് നിന്റെ പാതയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് തരുന്ന ജീവിത സാക്ഷ്യത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രപ്പ. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. നന്മയുടെ വഴികളെ അവിടുന്ന് ഓരോ പ്രഭാതത്തിലും തുറക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പ. ഞങ്ങളുടെ തലമുറകളെ തിരുക്കരങ്ങൾ തരുന്ന നിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുവാൻ അവിടുന്ന് കൊടുക്കുന്ന ആലോചന പ്രകാരം കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുവാൻ മക്കളെ സഹായിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദുഷ്ടശക്തിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടാതെ വണ്ണം അവിടുത്തെ ഉള്ളം കയ്യിൽ ഞങ്ങളുടെ മക്കളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. വിശേഷാൽ ഞങ്ങളുടെ കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, മയക്കുമരുന്നിൻ്റെ അതിപ്രസരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ സ്കൂളിലെയും കോളേജിനെയും ഈ ദുഷ്ടശക്തി വല വിരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ വലയിൽ ഞങ്ങളുടെ മക്കൾ വീണു പോകാതെ കർത്താവെ, അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഹാനക്കൂടെ അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങളുടെ മക്കളും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നരക്കുപോലും ചുമക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, നിരാശ മാറിപ്പോട്ടെ. പ്രത്യാശയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ശിഷ്ടകാലം ജീവിക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ അനുദിന ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രയാസങ്ങളെ തരണം ചെയ്ത് നിരാശപ്പെട്ടു പോകാതെ, പുറകോട്ട് കാൽ വലിക്കാതെ, ഹല്ലേലൂയ, അങ്ങയിലേക്ക് നോക്കി പ്രകാശിതരായി ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മക്കളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി കർത്താവേ, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയെ യാചനയെ കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കാഹളം കേൾക്കും നാളിൽ പറന്നുയരും ഞാൻ വാനമേഘേ. സ്വർഗീയ കാഹളം കേൾക്കും നാളിൽ പറന്നുയരും ഞാൻ വാനമേഘേ. അന്യനല്ല എൻ്റെ സ്വന്ത കണ്ണാൽ കണ്ടിടുമേ എൻ പ്രിയൻ മുഖം. അന്യനല്ല എൻ്റെ സ്വന്ത കണ്ണാൽ കണ്ടിടുമേ എൻ പ്രിയൻ മുഖം. യേശുരാജാവ്, വീരനാം ദൈവം, നിത്യപിതാവ്, അത്ഭുത മന്ത്രി. യേശുരാജാവ്, വീരനാം ദൈവം, നിത്യപിതാവ്, അത്ഭുത മന്ത്രി. വഴിയില്ലെങ്കിൽ പുതുവഴി ഒരുക്കും, വാതിലടഞ്ഞാൽ പുതുവാതിൽ തുറക്കും. വഴിയില്ലെങ്കിൽ പുതുവഴി ഒരുക്കും, വാതിലടഞ്ഞാൽ പുതുവാതിൽ തുറക്കും. മഹത്വത്തിനേശു കൂടെയുള്ളതാൽ ആശങ്ക എനിക്കു ഏതുമില്ല. മഹത്വത്തിനേശു കൂടെയുള്ളതാൽ ആശങ്ക എനിക്ക് ഏതുമില്ല. യേശുരാജാവ്, വീരനാം ദൈവം, നിത്യപിതാവ്, അത്ഭുത മന്ത്രി. യേശുരാജാവ്, വീരനാം ദൈവം, നിത്യപിതാവ്, അത്ഭുത മന്ത്രി.